ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ചീരക്കൂട്ടൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചെറുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങും, അതേപോലെ നല്ലൊരു മണം വരാൻ തുടങ്ങും. ഈ സമയത്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചൂടാറിയതിന് ശേഷം കഴുകിയെടുക്കുക. അതിനുശേഷം ഇതേ മൺചട്ടിയിലേക്ക് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന നാളികേരവും ഒരു പല്ല് വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചീരകൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു തരം ചീരയാണ്. ഇതിൻ്റെ പേര് അരക്കീര എന്നാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ വേവാൻ വെച്ചിരുന്ന ചെറുപരിപ്പ് നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര, തക്കാളി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ചെറിയുള്ളി, ആവശ്യത്തിനുള്ള കല്ലുപ്പ് എല്ലാം ചേർത്തിട്ട് ആദ്യം ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ മൺചട്ടി ആയതുകൊണ്ട് ഇപ്പോൾ ഇളക്കി യോജിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ആ ചീരയ്ക്ക് ഒന്ന് ചുങ്ങിപ്പോവും. അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇതിലിപ്പോൾ വെള്ളം വളരെ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി വെള്ളം ചീരയിൽ നിന്ന് ഇറങ്ങിക്കോളും. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 5 മുതൽ 6 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേനും ചീരയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് ഇത് തുറന്നതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ജാറ് കഴുകിയ ആ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഈ തേങ്ങയുടെ പച്ചമണം പൊന്നോടം വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. 2-3 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടും. ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് നന്നായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഒഴിച്ച വെള്ളം പാകത്തിന് തന്നെയായിരുന്നു. ബാക്കി വെള്ളം അങ്ങനെ ചീരയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു പാകത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തിക്കും ഒരുപാട് ലൂസും ആവാതിരിക്കുകയാണ് കേട്ടോ നല്ലത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് പാകം. ഇനി ഇതിനൊരു താളിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് പെരുങ്കായത്തിൻ്റെ പൊടിയെല്ലാം ചേർത്തിട്ട് ഇത് ഈ കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം തുറന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ചീര കൂട്ടാൻ റെഡിയാക്കി കിട്ടും. സാധാരണ നമ്മൾ തുവരപ്പരിപ്പ് ഉപയോഗിച്ചിട്ട് ചീരക്കൂട്ടാൻ വെക്കാറുണ്ട് അല്ലേ? അപ്പോൾ ചെറുപരിപ്പ് ഇങ്ങനെ വറുത്ത് ചേർത്തിട്ട് ചീരക്കൂട്ടാൻ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.